അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ മാസത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. നാം എല്ലാവരും പരിശുദ്ധ റമളാൻ മാസത്തിൽ എല്ലാ നന്മകളും കൂട്ടിവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. നാം പഠിച്ചു വെക്കേണ്ട ഇഅ്തികാഫിൻ്റെ നിയത്തിനെ സംബന്ധിച്ച് പഠിക്കണം. പള്ളിയിൽ വന്നാൽ ഇഅ്തികാഫിൻ്റെ നിയത്തിൻ്റെ പ്രതിഫലം എത്രയാണ്? 2 ഹജ്ജും 2 ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടാൻ പോകുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ മാസമായാൽ റമളാൻ്റെ അവസാനത്തെ 10-ൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. അപ്പോൾ പ്രത്യേക നിയത്തോടു കൂടെ പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നതിനാണല്ലോ ഇഅ്തികാഫ്. എന്താണ് ഇഅ്തികാഫ് എന്ന് പറയുക? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാന. റമളാൻ്റെ അവസാനത്തെ 10-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് അവസാനത്തെ 10-ൽ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മൻ ഇഅ്തഖഫ അശ്റ മിൻ റമളാന കാന കഹജ്ജതൈനി വഉംറതൈനി. ആരെങ്കിലും റമളാൻ മാസത്തിൽ 10 ദിവസം 10 നാൾ ഇഅ്തികാഫ് ഇരുന്നാൽ, ആരെങ്കിലും 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കുന്നാൽ അവന് 2 ഹജ്ജിൻ്റെയും അല്ലെങ്കിൽ 2 ഉംറൻ്റെയും പ്രതിഫലം അവനക്ക് കിട്ടുന്നതാണ് എന്ന്, ഉംറൻ്റെ ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് കാണാം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതിന് വലിയ മഹത്വമുണ്ട്. 2 ഹജ്ജിൻ്റെയും 2 ഉംറൻ്റെയും പ്രതിഫലമാണ് നിങ്ങൾ റമളാൻ മാസത്തിൽ 10 ദിവസങ്ങൾ ഇഅ്തികാഫ് ഇരുന്നാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആകയാൽ ഈ 30 നാളിൽ 10 ദിവസം, അത് ഭൂരിവശം അവസാനത്തെ 10-ലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 നാളും ഇഅ്തികാഫ് ഇരുന്നായി പറഞ്ഞത്. അതുകൊണ്ട് ഒറ്റ രാവാണ് അവസാനത്തെ 10, ഒറ്റ രാവാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവാണ്. അതുകൊണ്ട് ആ ദിവസത്തെ അവസാനത്തെ 10 നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവിടെ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി നോക്കുക. ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇരിക്കൽ തന്നെ ആവണം എന്നില്ല. എന്താവണം? പള്ളിയിൽ ഇരിക്കൽ തന്നെ അല്ല ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ ഈ പള്ളി അല്ലാഹുവിന് ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി ഞാൻ കരുതിയത് നിയത്തുണ്ടായാൽ അവൻ ഇരിക്കുകയും ചെയ്യാം, അവൻ നിൽക്കുകയും ചെയ്യാം, അവൻ അവിടെ നിന്ന് കടന്നുറങ്ങിയാലും എന്താക്കിയാലും അതിൻ്റെ പ്രതിഫലം അവനക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇരിക്കൽ തന്നെ വേണമെന്നില്ല. പള്ളിയിൽ ഇഅ്തികാഫിനെ നിയത്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളിയിൽ ആ ഇഅ്തികാഫ് അല്ലാഹുവിൻ്റെ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് ഇരിക്കുകയോ കടക്കുകയോ അവനിക്ക് എന്തും ചെയ്യാം, ഇരിക്കണം തന്നെ എന്നില്ല. അതാണ് അതിൻ്റെ നിയമം. പക്ഷെ വെറുതെ ഇരിക്കല്ല, ഒരുപാട് ദിക്റുകൾ ചെല്ലാം, ഖുർആൻ ഓതാം, നല്ല നല്ല കാര്യങ്ങൾ, മറ്റവൻ്റെ പ്രദോഷനങ്ങൾ ചീത്തയതൊന്നും പറയാൻ പാടില്ല. അതില്ലാതെ നല്ല നിലക്ക് നിങ്ങൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇഅ്തികാഫ് ചെയ്താൽ വലിയ മഹത്വമാണ്. മൻ ഇഅ്തഖഫ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും, അപ്പോൾ വിശ്വാസവും പ്രതിഫലമൊക്കെ കിട്ടുമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കുന്നെങ്കിൽ കഴിഞ്ഞു പോയ നിങ്ങളുടെ പാവങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ ഇഅ്തികാഫിൻ്റെ ശ്രേഷ്ഠത ചെറുതല്ല. ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ 10 നാൾ വന്ന് ഇരുന്ന് ആ പള്ളി ധന്യമാക്കണം. ഏറ്റവും അഫ്ളൽ, ഏറ്റവും ഉത്തമം ഏതാണ്? ഏത് പള്ളിയിലും ഇഅ്തികാഫ് ഇരിക്കാമെങ്കിലും ഏറ്റവും ഉത്തമം ജുമാഅത്ത് നടക്കുന്ന പള്ളിയാവലാണ് നല്ലത്. അങ്ങനെയുണ്ടല്ലോ, ഏത് പള്ളിയിലും ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ട്, വിരോധമില്ല. ഏറ്റവും ഉത്തമം ജുമാ നടക്കുന്ന പള്ളി ഏതാണോ ആ പള്ളിയിൽ ഇരിക്കലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇഅ്തികാഫിൻ്റെ കാര്യം മറന്നു പോകരുത്. എൻ്റെ ചെറുപ്പക്കാരെ, പ്രായമുള്ളവരെ, വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ 10 നാൾ ഞാൻ പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയത്ത് വെച്ചുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഖുർആനോ ദിക്റോ സലാത്തോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ, സദഖയൊക്കെ ചെയ്താൽ എത്ര കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, 2 ഹജ്ജിൻ്റെയും 2 ഉംറൻ്റെയും പ്രതിഫലമാണ് നിങ്ങൾ റമളാൻ മാസത്തിൽ 10 നാൾ നിങ്ങൾ ഇഅ്തികാഫ് ഇരുന്നാൽ കിട്ടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മാത്രമല്ല ഒരുപാടുണ്ട്. മൻ ഇഅ്തഖഫ യൗമ ഇബ്തിഗാ വജ്ഹില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഇരിക്കുന്നതൊക്കെയും. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിക്ക് എന്താണ്? ജഅലല്ലാഹു ബൈനഹു വബൈന നാരി സലാസ ഖനാദിക അബ്അദ മിമ്മാ ബൈനൽ ഖാഫി ഖൈരീൻ. എത്രയാണ് വിദൂരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈത്തിക്കാഫ് ഇരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു വലിയ രണ്ടറ്റങ്ങൾക്ക് ഇടയിൽ അകലെയുള്ള 3 കിടങ്ങുകളാണ് സ്ഥാപിക്കുന്നത് എന്ന്. അതാണ് 3 കിടങ്ങുകൾ. ഖനാദിക അബ്അദ മിമ്മാ ബഅദൽ ഖാഫിഖൈ ബൈനൽ ഖാഫിഖൈൻ എന്ന് പറഞ്ഞാൽ 3 കിടങ്ങളെ സ്ഥാപിച്ചു കൊടുക്കുന്നതാണ് എത്രയോ വിദൂരത്തിലായിക്കൊണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ നിലക്ക് ശ്രദ്ധിക്കുക. ഈത്തിക്കാഫിൻ്റെ പ്രതിഫലം വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ലാണ് ഈത്തിക്കാഫ് ഇരുന്നിട്ടുള്ളത്, 10 നാളും. അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ ഈത്തിക്കാഫ് ഒന്നിരിക്കണം. അതുകൊണ്ട് ഇരിക്കാന്ന് പറഞ്ഞല്ലോ, ഇരിക്കുക, കിടക്കുക, എന്താക്കിയാലും ഇരുന്നാലും നിന്നാലും ഒക്കെ ആ ഈത്തിക്കാഫിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. എല്ലാ പള്ളിയിലും ഇരിക്കാമെങ്കിൽ ജുമാ നടക്കുന്ന പള്ളിയിലാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് പള്ളിയിൽ ഇത്തിക്കാഫിൻ്റെ പേരിൽ ദിക്റ്, സലാത്ത് ഇതൊക്കെ നിങ്ങൾ എന്താണ് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പെറുക്കാൻ അത് നിമിത്തമാകും. അതാണ് മനയത്തഖഫ ഈമാനും ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹിൽ പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമുക്കൊക്കെ ഇത്തിക്കാഫ് ഇരിക്കാൻ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ വന്നുകൊണ്ട് നിയത്ത് വെച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി തരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും ഇത് വളരെ ഇമ്പോർട്ടായ വിഷയമാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രായമുള്ളവരോട് പ്രത്യേകിച്ചിട്ടും ചെറുപ്പക്കാരൊക്കെ ജോലിയൊക്കെ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, വന്നിട്ട് 10 നാൾ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഈത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു ആ നിലക്കാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.